പഴം വീട്ടിലുണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കിക്കോളിട്ടോ. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ അസിയുബൈദ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ആവിൽ വേവിച്ചെടുക്കുന്ന വളരെ രുചികരമായ പഴമടയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളി. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് അപ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴമായിട്ട് 3 നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഞാൻ മൂന്ന് നേന്ത്രപ്പഴം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിലേക്ക് കുറച്ച് മുന്തിരി കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേ നമ്മളെ ചാനലിൽ ഒരുപാട് ഈസി റെസിപ്പികളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ അടിപൊളി റെസിപ്പികൾ, ഈസി റെസിപ്പികളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇപ്പോൾ ഞാനിതാ പഴം നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. പഴത്തിന് പഴുപ്പ് കൂടിയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഏത് പഴം നമ്മൾക്ക് ഈ ഒരു റെസിപ്പി നമ്മൾക്ക് ചെയ്യാൻ കഴിയും, ഏത് പഴം കൊണ്ടും. എന്നാലും നല്ല പഴുത്ത പഴമാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, തേങ്ങ ചിരകിയത്. തേങ്ങയൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്താലും ടേസ്റ്റ് കൂടും. നമ്മൾക്ക് തേങ്ങക്കൊന്നും ഒരു അളവില്ല, അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1/4 സ്പൂണ് ഏലക്കായ പൊടിച്ചത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒരു 1/4 സ്പൂണ് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 സ്പൂണ് ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര വേസ്റ്റൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെങ്കിൽ ശർക്കരൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾക്ക് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ശർക്കര ഒഴിച്ചെടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ശർക്കര ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ ശർക്കര തന്നെ നമുക്ക് എടുക്കുകയാണ് നല്ലത്. ഇനി ഇത് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണേ. ഇതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇതുപോലെ പഴം നല്ല ചൂടുണ്ട്. അപ്പോൾ പഴവും മൈദയും തേങ്ങയും ശർക്കരയും ഏലക്കായും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടില്ല. അത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടി മുന്തിരി ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. 3 പഴം 1 കപ്പ് ആട്ടപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആട്ടപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ല ടൈറ്റല്ല ഇത് വേണ്ട, കുറച്ചൊരു ലൂസിലാണ് നമ്മൾക്കിത് വേണ്ടത്. ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് ആ നെയ്യോട് കൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ആ നെയ്യൊക്കെ ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും നെയ്യിൻ്റെ ഒക്കെ കേട്ടോ. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യാൻ എടുക്കുന്നത് അത് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ നെയ്യാവുമ്പോഴാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നല്ല ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ വാഴൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. വാഴൻ്റെ ഇല ഇല്ലെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പറിലും ചെയ്യാം. വാഴയില ഒന്ന് വാട്ടിയെടുത്താൽ ഒന്നുകൂടി നമ്മൾക്ക് നല്ല പോലെ അത് മടക്കിയെടുക്കാൻ കഴിയും. എന്നിട്ട് ഇതാ 1 സ്പൂണ് മാവാണ് ഞാനിതിൽ ഈ ഒരു പഴത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് 1 സ്പൂണാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. പിന്നെ സ്പൂൺ കൊണ്ട് ഇല്ലെങ്കിലും നമുക്ക് കൈ വെച്ചിട്ടും ഇതുപോലെ അതൊന്നിങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ട് ആ ഇല വെച്ചിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഷേപ്പ് വരും. ഇത് നമ്മൾക്ക് ഏത് ഷേപ്പിലും ചെയ്യാം. അങ്ങനെ റൗണ്ടിലും അതുപോലെ നമുക്ക് ഏതൊരു ഷേപ്പാണ് നമ്മൾക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമ്മൾക്കിത് അങ്ങനെ ആക്കിയെടുക്കാം.
അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടി പറയണം, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് തരാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാതും അങ്ങനെ ഈ വാഴയിലയിൽ വെച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് കണ്ട വിചാരിക്കും ഇത് കുറേ പണിയുണ്ടെന്ന്. ഒരു പണിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിയും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഒരു അപ്പച്ചെമ്പുണ്ട്, നമ്മളെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതൊന്ന് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് സ്റ്റൗവിലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അതിൽ വെച്ചെടുക്കാം. അതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ ടൈമൊന്നും നമ്മൾക്കിത് വേവാൻ ആവശ്യമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നല്ല വെന്തതിന് ശേഷം ഇത് ആ ചൂടൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അതാ ഞാൻ വെള്ളം തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ മേലെ തട്ട് വെച്ചിട്ടാണ് ഇതെല്ലാതും ഞാനതിൽ വെച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാതും ഓരോ പാകത്തിന് അങ്ങനെ നിരത്തി വെച്ചെടുക്കുക. ഇഡ്ഡലി ചെമ്പില്ലെങ്കിൽ വേറെ എന്തില്ലെങ്കിലും നമ്മൾക്ക് ആവി കയറ്റുന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാത്രമാണ്. ഇഡ്ഡലി ചെമ്പ് ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും പാത്രത്തിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വാഴയിലില്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്യാം. വാഴയില കിട്ടാത്തവരുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് 15 മിനിറ്റാണ് ഞാനിതൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത്. പിന്നെ അത് ചൂടാറിയതിന് ശേഷം ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പഴം അട നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല കിട്ടിയിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴം അട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. പഴം വീട്ടിൽ ഇപ്പോൾ പിന്നെ പഴത്തിനൊക്കെ നല്ല റേറ്റ് കുറവാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും പഴം വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമ്മൾക്കിങ്ങനെ തൊടാൻ പറ്റുന്ന ഒരു ചൂട് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അടയൊക്കെ ഉണ്ടല്ലോ, അടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ഒരു പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ. പക്ഷേ അട കഴിക്കുന്നൊക്കെ പോലെ തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നട്ട്സും കൂടിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവില്ലല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ മുന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്കും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കണേ. പിന്നെ ഈ ഒരു പഴം അട ചൂടാറിയതിന് ശേഷം ചെറിയൊരു ചൂടോട് കൂടിയൊക്കെ കഴിക്കാൻ കിടില ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.